നമ്മളിപ്പം എവിടേക്കാണ് പോകുന്നത്? അല്ലടാ, നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പൊ നമ്മളിതേ സ്വിം സ്യൂട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അതികൂട്ട് സ്വിം സ്യൂട്ടിൽ ഒരു വാലുണ്ട് ഗൈസ്. ഒരു ഡൈനോസർ ആണ് തോന്നുന്നു. ആ ഡൈനോസറിന് ഗൈസ് ഒരു വാല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എടാ, മറ്റേ ടവറിന്റെ പേരെന്തായിരുന്നു? KL ടവറിന്റെ അപ്പുറത്തുള്ള ഒരു ടവർ, ഏറ്റവും വലിയൊരു ടവർ ഉണ്ട്, അതാ അതിന്റെ പേര് ഗൈസ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. സട്ടിപ്പൊളി സെറ്റപ്പ് ആട്ടോ. അതെന്തോ ഇതാണ് തോന്നുന്നു, എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. ഓക്കെ, പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്വിം ചെയ്യാൻ പോവാണ്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി പൂൾ ആണ്. ഈ 2 ചോക്ലേറ്റ്സ് എന്താണ്? എനിക്കത് എടുക്കാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ, ശരി, എടുത്തോ. ആരും എടുക്കുന്നൊന്നുമില്ല. ഇതാരുടെ? ഇത് ടിയ ലിക്ക് ചെയ്ത് അത് ഒരു പരവാക്കി. ഓക്കെ, മിക്സ് ആക്കിയിട്ട്. അയ്യോ, അടിപൊളി എന്നാ പറയണത്. അതികുട്ടനാണ് അതിൻ്റെ അഡിക്റ്റാണ് ഈ ചോക്ലേറ്റിൻ്റെ സാധനം. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് സംശയം. നമ്മുടെ അവിടെ കിട്ടുമോടാ? നമ്മൾ ഫസ്റ്റ് ഇത് കഴിച്ച ദുബായിൽ നിന്നാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ആ മ്യൂസിയത്തിൽ നിന്ന്, ദുബായ് മോളിലെ ആ മ്യൂസിയം. ഗൈസ്, നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാണ്. ഇൻഫിനിറ്റി പൂളിലോട്ട് പോവാണ്. മെല്ലെ ഒന്നും അവിടെ ആരും ഇല്ല. ഇൻഫിനിറ്റി പൂൾ അത് എവിടെയാണെന്നറിയോ? എത്രാമത്തെ ഇതിലാണെന്നറിയോ? 51, അതായത് 51th ഫ്ലോറിലാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ. അതായത് നമ്മുടെ മലേഷ്യ സിറ്റി മുഴുവനായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് മമ്മ കുറേ നോക്കി എടുത്തൊരു എന്താ പറയുക, ഒരു റൂമാണിത്. ഓക്കെ, അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അത് കൂടുതലായിട്ട് നമുക്ക് അറിയണമെങ്കിൽ നൈറ്റ് വ്യൂയിലോട്ട് പോകണം ഗൈസ്. ഓക്കെ, പൂളിൽ നമ്മൾ 2 സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ടബ് എടുത്തിട്ടുണ്ട്, ആക്സസറീസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതവിടെ ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. അദ്ദിക്കുട്ടിൻ്റെ സ്വിമ്മിങ് സ്യൂട്ട് എനിക്ക് പ്രാവശ്യം, നമ്മൾ ലാസ്റ്റ് ടൈം ഹയാത്തി പോയപ്പോൾ ഇട്ട സ്വിമ്മിങ് സ്യൂട്ട് അല്ല കേട്ടോ. എനിക്ക് അതിൽ അദ്ദിക്കുട്ടിൻ്റെ അങ്ങനെ ഇഷ്ടമില്ല. ഇതിൽ ഭയങ്കര ഇഷ്ടമായി. അദ്ദി കുഞ്ഞു ആ വാല് കാണിച്ചു തന്നെ, ഡൈനോസറിൻ്റെ വാല് ഗൈസ്. ഇത് കണ്ട ഞാൻ. നീ എന്താ വായിൽ എന്താണ്? എന്താ ക്രീം ബണ്ണാണോ? ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇൻഫിനിറ്റി പൂൾ ഇതല്ലേ, ഇതിൽ 51 ഇല്ലേ? എടാ 51 ഉണ്ടടാ. കുട്ടി പോയെന്നെ ഇപ്പൊ. എവിടൊക്കെ 51 അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മളിവിടെ നിൽക്കണം 51. ഇവിടെ നോക്കിയപ്പോ ഇവിടെ 51 ഇല്ല ഗൈസ്. ഇവിടെയാണ് 51 ഉള്ളത്. എന്നിട്ട് വലിയ ആള് വന്ന് പറയണപ്പോ വലിയ മാത്സിൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് പറയാ കാർഡ് ആക്സസ് ചെയ്തില്ല. ഇങ്ങനെ ഒരു ഗൈസ്, നമ്മൾ മിണ്ടാതിരിക്കടാ. എന്റെ ചെവി എന്തോ പോലെ ഉണ്ട് കേട്ടോ. കൂടരുത് ഒരു സെക്കൻഡും. അങ്ങനെ നമ്മുടെ ടിയ സ്വിമ്മിങ് ഇൻഫിനിറ്റ് പൂളിലാണ്. ഇതിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വാടാ ചിപ്പി, ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് KL ടവർ കാണാം. ഓക്കെ, അതെ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് KL ടവർ കാണാം. ഈ വീഡിയോ മാക്സിമം മക്കളെ TV-യിലിട്ട് കാണുക കേട്ടോ. കാരണം അത്രമാത്രം നിമിഷാൻ്റെ ആഗ്രഹിച്ചിട്ട് എടുത്തൊരു ഇൻഫിനിറ്റ് പൂളുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലേഷ്യയിൽ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ കാണും. അതും രാത്രിയിലെ വ്യൂ കാണിച്ചു തരല്ല ടിയ. എനിക്ക് ദുബായിൽ പോയിട്ടും തായ്ലൻഡിൽ പോയിട്ടും കിട്ടാത്തൊരു സംഭവമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ മെയിൻ സംഭവം കാണിച്ചു തരാം. ഡാഡി ഒന്നും ഇതേ നമ്മുടെ അദ്ദിക്കുട്ടിൻ്റെ യൂണിക്കോൺ പോലത്തെ ഒരു സംഭവം ഉണ്ട്. നമുക്കിനി ഇതൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ ടിയ. ആ സംഭവം നമുക്ക് ഫില്ല് ചെയ്യാം. അതുണ്ടോ, കുഞ്ഞു കുട്ടികളൊക്കെ ഓരോന്ന് കൊണ്ടുവന്നു. ഇനി ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഇതൊക്കെ റൂമിൻ്റെ വ്യൂ തന്നെയാണ്. ഇത് നോക്കി ഓരോരോ കുഞ്ഞുമക്കള് ഇറങ്ങുന്ന എന്ത് രസം നോക്കി. നടന്നോ നീ നടന്നോ ഗൈസ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മാക്സ് നല്ല രസമുണ്ട് കേട്ടോ. ഈ സൈഡ് പൊന്നാ. ഇനി നമുക്ക് ട്വിൻ ടവർ കാണിച്ചു തരാം. ദിസ് ഈസ് അമേസിങ് വ്യൂ. അമേസിംഗ് എന്നൊന്നും അല്ല കേട്ടോ, അതിൽ മീതുള്ളൊരു വ്യൂ ആണ്. ഇനി നിങ്ങളെ ചിപ്പി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഇത് നോക്കി, ഈ ഒരു വ്യൂ കണ്ടോ?
ഇതിപ്പോൾ മാക്സിമം നിങ്ങൾ ടി വിയിലിട്ട് കാണുക കേട്ടോ. ഇനി ഈ ഒരു വ്യൂ ആണ് എന്താ പറയുക, ഇത്രയും നോക്കടാ, ഈ ഒരു വ്യൂ ആണ് ഏറ്റവും നമ്മുടെ പെട്രോണസ് ട്വിൻ ടവർ നമുക്ക് ഇവിടെ ഗൈസ് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ടിയാ നോക്കിയടാ എങ്ങനെയുണ്ട്. ഓ ഹെവൻ എന്നല്ലാതെ വേറെ ഒന്നും എനിക്കിവിടെ പറയാനില്ല. ഡാഡി എങ്ങനെയുണ്ട് ഡാഡി? സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത്. ഇത് രാത്രിയിൽ കാണണം കേട്ടോ. രാത്രിയിൽ ഞാൻ കാണിച്ചു തരാം. ടീക്കുട്ടിക്ക് അത്തിക്കുട്ടിന് ഇവിടെ ഇറങ്ങാൻ തോന്നുന്നില്ല, കാരണം എൻജോയ് ചെയ്യാനാ തോന്നുന്നില്ലടാ ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ അതേ സ്വിമ്മിംഗ് പൂള് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇരുട്ടാവും. പിന്നെ എനിക്ക് ഈ ലൈറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. സോറി, ലൈറ്റ്സ് അല്ല, വൈറ്റ് കളർ ഒന്നും സ്കൈ ഒന്നും കാണാൻ പറ്റില്ല. ഇറങ്ങാൻ പോവാണ്. ചിക്കു ഓടിവാ ഗൈസ്. അയ്യോ ഇത് ഹെവനാണ് ഗൈസ്. വൺസെങ്കിലും നിങ്ങൾ മലേഷ്യയിൽ വരികയാണെങ്കിൽ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തോളൂ. എന്തായിരുന്നു, ഡീഫേസോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്. റേറ്റ് ഇത്തിരി കൂടുതലാണ്, പക്ഷേ ഡിപ്പെൻസ് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്കൊരു 4 days 5 daysന് ഒരു 80 to 90 ആ ഒരു റേഞ്ചാണ് വന്നത്. നല്ല തണുപ്പാണ്. ഒരു മിനിറ്റ് ടിയാ, ഒരു കാര്യം ചെയ്യണം, നോക്കണം. ഒരു മിനിറ്റ് നിൽക്ക്. ഈ സൈഡ് കൂടിയേ പോവോ? എങ്ങനെ? അല്ലല്ല, ഒരു മിനിറ്റ് വരും. ആ സാധനം ഊതിയിട്ടില്ല. അല്ലല്ല, അത് വേണം, 2 പേർക്ക് വേണം. അദ്ദിക്കുട്ടനോട് വരും. നമ്മുടെ അദ്ദിക്കുട്ടന് ഒരെണ്ണം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പൂൾ അക്സസറിയിൽ ഇതിപ്പോൾ ഏതാണ് കിട്ടിയിരിക്കുന്നത്? യൂണിക്കോൺ ആണോ അതോ വേറെ എന്ത് കോണാണോ? യൂണിക്കോൺ. നീ എന്താടാ യൂണിക്കോൺ ഇട്ടാ? ഓക്കെ ശരി. ഇത് നമ്മുടെ ഡോൾഫിൻസും കാര്യങ്ങളാണ്. ഒന്ന് വേഗം ഒന്ന് പമ്പ് ചെയ്തിട്ടിയാ. ഷോ എന്തൊരു ഭംഗിയാ നോക്കി. ആവോടെ വന്ന ഞാൻ നോക്കിയതാ, ഞാൻ എന്നിട്ടല്ലേ നമുക്ക് പറ്റാതിരുന്നേ. ദേ ടീക്കുട്ടി അദ്ദിക്കുട്ടിനും കൂടെ നന്നായിട്ട് പമ്പ് ചെയ്യാം കേട്ടോ. ഷോ എന്തൊരു രസമാണ് നോക്കി, വ്യൂ നോക്കി. ഇതാണ് നമ്മുടെ ട്വിൻ ടവർ കേട്ടോ. സോ മാക്സിമം ഇത് ടി വിയിൽ ഇട്ടിട്ട് കാണുക, കാരണം അത്രമാത്രം ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല മഴ പെയ്യാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. ഇതാണ് നമ്മുടെ KL ടവർ കേട്ടോ. ഇത് ഇവിടെ അദ്ദിക്കുട്ടിനും ടീക്കുട്ടി ഇത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശമായിട്ടുണ്ട് കേട്ടോ ടിയ. സോ നമ്മൾ പൂളിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം എത്രത്തോളം ആഴുണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അദ്ദിക്കുട്ടൻ എന്തായാലും സേഫ്റ്റി ഉള്ളതുണ്ട്. അദ്ദിക്കുട്ടൻ ചിക്കു അങ്ങനെ ഇറങ്ങരുത് കേട്ടോ. ടിയ നോക്കിയിട്ട് വേണം ചെയ്യാൻ. സൈഡ് കൂടെ പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇത് നോക്കിയേ ബേബീസൊക്കെ എന്ത് വാ, സൂപ്പർ. No, come this side. Slowly. It's okay. Slowly. Tia, wait. മെല്ലേട്ടോ. ചിക്കുവിന്റെ കൂടെ വരൂ. ചിക്കുവിനെ കൂട്ട് വരൂ. ഇപ്പൊ പോവരുത്, ഡാഡി ഇറങ്ങിയിട്ടില്ല. ഡാഡി ഇറങ്ങിയിട്ട് മതിയേ ഗൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഒരു രക്ഷയില്ല. ഇത് പൂളല്ല നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ഇതിന്റെ നൈറ്റ്. ടിയ ചിക്കു മെല്ലിട്ടോ, അവിടെ ഒരാളുണ്ട്. ചിക്കു അങ്ങോട്ട് പോരുത് കേട്ടോ. ചിക്കു ഈ സൈഡിലേക്ക് നോക്കി ചെയ്യൂ. അങ്ങനെ നമ്മുടെ ടീക്കുട്ടി ദേ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ പെട്രോണാസ് എന്നാണോ അതോ എനിക്ക് റീഡിങ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ ട്വിൻ ടവർ എന്ന് പറയാം. നമ്മുടെ ട്വിൻ ടവറിന്റെ അടുത്താണ് കേട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അദ്ദിക്കുട്ടൻ കയ്യിൽ വെച്ചോ? എന്നാ അത് പിടിക്കുക, അതെടുക്കും. മമ്മയ്ക്ക് തരൂ. അമ്മ അതിൽ തൂക്കാം. നമുക്കിതിൽ തൂക്കി വയ്ക്കാം കേട്ടോ. ഓക്കെ സെറ്റാ. എടാ പൊന്ന, ഡാഡി വന്നിട്ട് അങ്ങോട്ട് പോട്ടോ. ഡാഡി ചവലെടുത്തിട്ട് വരും. ചിക്കു നോ, അദ്വിക് ഇവിടെ വേണ്ട പൊന്ന, ഡാഡി വരാതെ പോവരുത് പ്ലീസ്. ടിയ നോ, ഇവിടെ വാ ഗൈസ്. ഇരുട്ടാവാൻ പോവാണ്. ഓക്കെ ടിയ നോ ടിയ അങ്ങോട്ട് വരൂ. ടിയ ഗൈസ്, അങ്ങനെ ഞാനും ടീക്കുട്ടിയും കൂടി പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതെന്നെ ഞാൻ 2ാം 3ാമത്തെ പ്രാവശ്യം പൂളാണ്. ഒരു രക്ഷയില്ല, ഇറങ്ങാതിരിക്കാൻ നിവർത്തിയില്ല ഗൈസ്, കാരണം അത്രമാത്രം സൂപ്പറാണ്. അദ്ദിക്കുട്ടൻ കുറച്ച് ഒത്തിരി തണുത്തപ്പോൾ മുകളിലോട്ട് പോയിട്ടോ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. മലേഷ്യയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്താൽ മതി. കാരണം വേറെ പ്രത്യേകിച്ചിട്ടല്ല, ഈ ഒരു സീനറി അത് ഒരു കാരണവശാലും മിസ്സാക്കരുത് കേട്ടോ. ചിക്കു ടിയ ഡാഡി ഇല്ലാതെ പോയി. ഡാഡി ഇപ്പൊ വരും. ചവലെടുക്കാൻ പോയതാ. എന്റെ കൃഷ്ണ
ഇതിപ്പോൾ ഞാൻ ഇറങ്ങേണ്ടി വരുന്ന തോന്നണേ ഗൈസ്. നമ്മൾ ഇനിയിപ്പം നൈറ്റ് ആവാൻ പോവാണ്. ഇനി ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഞാനും മമ്മ ഇങ്ങനെ ഇറങ്ങാൻ പോവാണ്. വെയിറ്റ് ചിക്കു 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 മമ്മ അടുത്ത് ഇളക്കരുത് കേട്ടോ, കാരണം നമ്മുടെ കയ്യിൽ ഫോണാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്വിൻ ടവർ നിമിഷാൻ്റെ ആദ്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഇതാണ് വൈബ്. അപ്പം എല്ലാവരും ഇത് വീഡിയോ സ്ക്രീനിൽ ഇരുന്ന് കാണാം. ചിക്കു നിക്കടാ, ചിപ്പി. അങ്ങനെ ഗൈസ് മമ്മയും ഇറങ്ങിയിരിക്കുകയാണ് വെള്ളത്തിക്ക്. ഇതുവരെ അങ്ങനെ എവിടെയും ഇറങ്ങാത്ത മമ്മ അടക്കം ട്വിൻ ടവർ കണ്ട് പെട്ടു ഗൈസ്. അപ്പം ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ല, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കി. വിറയ്ക്കാണ്. ഒരു മിനിറ്റ് നോക്കി, എല്ലാരും നോക്കി. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ടീയന്റെ ഒരു ചെറിയ കുട്ടി ഫാനാണ് കേട്ടോ. ടീയനെ ഞങ്ങൾ 2 ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. അപ്പൊ കരച്ചിലാണ്. ടീയുടെ അടുത്ത് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവസാനം ടീ ഇങ്ങനെ എടുത്തോണ്ട് നടക്കാണ് കേട്ടോ. ടീ അല്ല വെയിറ്റ് ചെയ്യില്ലല്ലേ. ഒരു ഹായ് കൊടുക്ക്, ഒരു ഹായ് തരൂ. ഇങ്ങനെ കാണുന്ന പോലെ എത്ര നേരം കരച്ചിലായിരുന്നു. അയ്യോ വെയിറ്റ് ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ സംഭവം. എന്താ ഇവിടെ നിന്ന് നമുക്കൊരു വലിയൊരു വ്യൂ കാണിച്ചു തരാം. നമ്മുടെ ട്വിൻ ടവർ ഉണ്ട്. ഇതിന് രാത്രിയിൽ കാണണം. ഇവിടെ അധികൂട്ടം ഇങ്ങനെ വിറച്ചിട്ടിരിക്കട്ടോ. പ്രൊഫൈൽ പിക്ചറോ? നിനക്ക് എന്ത് പ്രൊഫൈൽ പിക്ചർ ഉണ്ട്? ഒരു വാട്സപ്പും ഇല്ല, ഫോണും ഇല്ല. പ്രൊഫൈല് എന്താണ്? പ്രൊഫൈൽ അല്ല, അതല്ല, ഐപാഡിന്റെ പ്രൊഫൈൽ പിക്ചർ. നീ എന്റെ കുട്ടിയെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് അതിന്റെ മേലൊരു എയറോപ്ലെയിന് പോകുന്നുണ്ട്. ബ്രദറും ഒന്ന് സിസ്റ്റർ ആണെന്നോ? എന്താ ഡാഡി ഭയങ്കര കോമഡി ആയിട്ടുണ്ട് ഗൈസ്. ഡാഡി ഇത്തിരി ഭയങ്കരമായിട്ട് റെഡിഷ് ആയിട്ടുണ്ട്. ഡാഡി ഇങ്ങനെ വെളുത്ത് മല. അയ്യോ, ഇത് എൻ്റെ വീടിന്റെ ബാക്ക് പോലെ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞ ടൗണല്ല. അയ്യോ നോക്കി, എന്തൊരു വൈബാണ്. ഇതാണ് ഗൈസ് മലേഷ്യ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി ഇവരെ സർപ്രൈസ് ചെയ്യാൻ ഡാഡിക്ക് പോലും ഞാൻ കാണിച്ചു കൊടുത്തില്ല. ഡാഡി മുതലായോ? സൂപ്പറായില്ലേ? യെസ്, സൂപ്പർ. അതാണ് സർപ്രൈസ് ഗൈസ്. നിമിഷാൻ്റെ അത്രയും സീക്രട്ട് ആക്കി വെച്ചതാണ്. ചിപ്പിക്ക് പ്രൊഫൈൽ പിക്ചർ അല്ലേ? യെസ്, കം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഇതിനൊരു പ്രത്യേകതരം ലൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വെയിറ്റ് ചെയ്യാൻ പോകണം അല്ലേ ടിയ? യെസ്, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ അദ്ദിക്കുട്ടൻ. നിനക്ക് വിശക്കല്ലാതെ നിനക്ക് വേറെ വല്ല പരിപാടി ഉണ്ടോ? വിശക്ക നീ റൂമിൽ പൊക്കോട്ടോ. ഞങ്ങൾ എന്തായാലും ഇല്ല. അദ്വിക്കുട്ടൻ മെല്ലെ മുകളിലോട്ട് ഇരിക്കാൻ തുടങ്ങി. കാരണം അവനത്തിരി ചൂടടിക്കണമെന്ന് പറഞ്ഞിട്ട്. വിറച്ചിട്ട് ഇരിക്കുന്നു. ഡാഡി അവനെ കുറച്ച് ഹഗ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഇതാണ് കാണുന്നത്. എൻ്റെ ഭഗവാനെ, എൻ്റെ ക്യാമറയിൽ ഇത് എങ്ങനെയാണെന്ന് അറിയണില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ലൈറ്റ് ഇട്ടിട്ടില്ല. തണുത്തിട്ട് വയ്യ. ടീക്കുട്ടിയുടെ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കഴിവല്ല അധികുട്ടി എന്തായിട്ട് ഞങ്ങൾ ലൈറ്റ് ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ലൈറ്റ് ഇട്ട് വേണ്ട ആ പരിപാടിയെ വേണ്ട ടിയ. ഡാഡി ഇവിടെ നിൽക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഡാഡി? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പൂള് പ്രശ്നമൊന്നുമില്ല, വലിയ പൂളാണ്, ഇൻഫിനിറ്റ് പൂളാണ്. അതെ, പിന്നെ അതിന്റെ ബ്യൂട്ടി ഓഫ് ദി നാച്ചുറൽ ബ്യൂട്ടി അപ്പുറത്ത് മലയും എന്താ പറയുക ടൗൺഷിപ്സും കൂടെ. ക്ലിയർലി പ്ലാൻഡ് ടൗൺഷിപ്പ് ഉള്ളതിന്റെ ആ എക്സലൻസി അതാണ്. അത് ഇനി അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. നൈറ്റ് വ്യൂ ഡാഡി. ലിപ്സിൽ വെള്ളാക്കരുത്. ലിപ്സിൽ വെള്ളാക്കിയ തല്ലാണ്. അതികൂട്ടൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഗൈസ് അപ്പം നമ്മളിപ്പം സ്വിമ്മിംഗ് പൂളിലെ നൈറ്റ് വ്യൂവിന് വന്നിരിക്കുക. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം. KL ടവറിലെ ഒരു ലൈറ്റിംഗ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോയിലേക്ക് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ദൈവം, ഇതാണ് നമ്മുടെ KL ടവർ. നമ്മുടെ റൂമിന് നമ്മുടെ പൂളിന് നമുക്ക് ഇത്രയും മലേഷ്യ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങൾ TV-യിലിട്ട് കാണുക. ശരിക്കും ഡേനേക്കാൾ ഇഷ്ടമായത് എനിക്ക് നൈറ്റ് വ്യൂ ആണ്. നോക്കി എന്ത് ഭംഗിയാ നോക്കി. അതുപോലെ KL ടവറിൽ ഇങ്ങനെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇനി ട്വിൻ ടവർ ഉണ്ട്. ഇനി നമുക്ക് ട്വിൻ ടവറിൻ്റെ അവിടേക്ക് പോകാം അല്ലടാ. യെസ്, അപ്പം ഇതാണ് നിങ്ങൾക്ക് നൈറ്റ് വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അയ്യോ, ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പൊന്നും ഇല്ല അല്ലേ ടിയാ? ഇപ്പം അത്ര വലിയ തണുപ്പൊന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷെ എന്നാലും അടിപൊളി വ്യൂ ആട്ടോ. ഒക്കെ പറഞ്ഞാൽ തണുപ്പ് ഒട്ടുമില്ല അല്ലേ? പക്ഷെ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നോക്കി എന്ത് ഭംഗിയാന്ന്. നൈറ്റാട്ടോ ഇവിടെ കാണാൻ. നമ്മുടെ ഈ സിറ്റി ലൈഫ് നടന്ന മുത്തേ സിറ്റി ലൈഫ് കാണാൻ ഏറ്റവും നല്ലൊരു ഇത് എന്താ പറയുക, നൈറ്റ് തന്നെയാണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാണെന്ന്. അടിപൊളിയായില്ലേ. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ട്വിൻ ടവർ ആട്ടോ. നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ട്വിൻ ടവറിൻ്റെ അടുത്താണ്. കുളിക്കേണ്ടത് പക്ഷേ നമുക്ക് പറ്റിയില്ല ഗൈസ്. നോക്കി എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. അത്ര മാത്രം അടിപൊളിയാണ്. ഞാൻ ഇനിയിപ്പോൾ താഴെ വീഴുമെന്ന് അറിയില്ല കേട്ടോ.